ആലപ്പുഴ കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്ന് അറിയപ്പെടുന്നു. കോരവനം അതാണ്. ആ വനത്തിന്റെ ഉള്ളിൽ കൂടി ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പോവാണ്. നല്ല അടിപൊളി ബിരിയാണി ഇതാ. അപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെറിയൊരു യാത്രയാണ്. ഒന്ന് മടവൂരൊന്ന് സിയാർത്ത് ചെയ്യണം, അതേപോലെ തന്നെ കക്കയം ഡാം, ഒരുക്കുഴി വെള്ളച്ചാട്ടം, അതേപോലെ തന്നെ കരിയാത്തുംപാറയും. ഇങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആദ്യം നമ്മൾ എത്തിയിട്ടുള്ളത് മടവൂരിലാണ്. മടവൂരിൽ സിയാറത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം വന്നിട്ടുള്ളത്. ഇവിടെ വന്നേക്കിന് സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്നേക്കിന് ഇവിടെ ഈ ഒരു കുളത്തിൽ കണ്ടില്ല ഒരുപാട് പൈസകൾ കിടക്കണേ. ഇതൊന്നും ശരിക്ക് ഇങ്ങനെ ഇടരുത്, കാരണം ഇതിനകത്ത് നോട്ടിൻ്റെ ഒരുപാട് പൈസകളുണ്ട്. ഈ പൈസകളൊക്കെ എന്താണ് വെള്ളത്തിൽ അങ്ങനെ കടന്ന് കേട് വന്ന് പോവാണ്. അതിന് ഇവിടെ എന്തുണ്ട്, നേർച്ചപ്പെട്ടി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതി ഉണ്ട്. ഇത് ആരെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഉറുപ്പിയാണ് ചാടുന്നതാണ് അതിക്ക്. പിന്നെ വരുന്നവരൊക്കെ അതിനകത്തൊക്കെ എന്തോ വലിയ സംഭവിച്ചിട്ട് പൈസ അങ്ങനെ ഇടും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ആരും പൈസ ഇടരുത്. അതിനവിടെ നേർച്ചപ്പെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനകത്ത് ഇടുക. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര എന്ന് പറയുന്നത് കരിയാത്തുംപാറക്കാണ്. മുത്തൂസ് അതിൻ്റെ ട്രെൻഡ് വന്ന സമയം മുതൽ മുത്തൂസ് പറയുന്നതാണ് നമുക്കൊന്ന് കരിയാത്തുംപാറ പോകണം എന്നുള്ളത്. അപ്പോൾ അന്നൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല. ഇവിടേക്കൊക്കെ വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, ചുരം ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല വണ്ടി കൊണ്ട് വരിക. കാരണം ബ്രേക്കും ക്ലച്ചും ഇതൊക്കെ. പിന്നെ മസ്റ്റായിട്ട് എണ്ണ ഏകദേശം ഫുൾ ടാങ്ക് എണ്ണ ആക്കി വെക്കുക. കാരണം കരിയാത്തുംപാറ പോയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്, കക്കയത്തേക്കാണ്. കക്കയം ഡാമും അതേപോലെ തന്നെ അവിടെ ഉരൽക്കുഴി വെള്ളച്ചാട്ടവും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ടൗണിൽ നിന്ന് വിട്ടിട്ട് പോകുന്ന പിന്നെ പെട്രോൾ പമ്പില്ല. കാരണം പിന്നെ ഒരു 10-50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒന്നും പെട്രോൾ പമ്പ് പറഞ്ഞ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇങ്ങോട്ട് വരുന്നവർ എണ്ണ അടിച്ചിട്ട് പോരുക. ടൗണ് കഴിഞ്ഞ് നമ്മൾ ചുരം കയറാൻ തുടങ്ങിയ പിന്നെ തീരെ പെട്രോൾ പമ്പില്ല. പിന്നെ ഇവിടെയൊക്കെയെന്ന് പറയുമ്പോൾ റോഡ് പല സ്ഥലങ്ങളിലും വർക്ക് നടക്കുകയാണ്. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭയങ്കര കച്ചറയാണ്, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള റോഡുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉരൽക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ചെറിയ റോഡാണ്, ഒരു വണ്ടിക്ക് പോകാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരും, KSRTC ഒക്കെ വരും. നല്ല വാഹനം കൊണ്ട് മാത്രം പോരും ഇങ്ങോട്ട്. മുത്തൂസ് കുറേ കാലമായിക്കണോ കരിയാത്തുംപാറ എന്ന് പറഞ്ഞ കരയണോ? മുത്തൂസ് എങ്ങനെയുണ്ട്? നമുക്കിവിടെ മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസ് പോലെയല്ല, നമുക്ക് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അത് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളകത്തേക്ക് ഫുഡ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. തിരിച്ചു വരുമ്പോൾ ആ കച്ചറൊക്കെ കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, അത് അവർ ഡെപ്പോസിറ്റ് തിരിച്ചു തരും. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി ബിരിയാണി. ഓനക്കും മാത്രം ബിരിയാണി. സംഗതി ഞങ്ങൾ എത്തിയതാണെന്നുണ്ടെങ്കിലും നല്ല ചൂടുള്ള സമയത്ത്, നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട്. ഇതാണ് നമ്മളെ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ. ഞാൻ മുത്തൂസോട് 100 വട്ടം പറഞ്ഞാണ് പോരണ്ടാണ്. എന്നിട്ട് പോന്നിട്ട് ഉണ്ടെന്നാണെങ്കിലോ ഒന്നിരിക്ക വെയിൽ അല്ലെങ്കിൽ മഴ. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മഴ പെയ്തു, മഴ നല്ല മഴയാണ്. അത് കണ്ടിട്ട് പോവാത്ത മഴയാണ് കണ്ടോ. എവിടെയെങ്കിലും മേഘമില്ലാത്ത സ്ഥലങ്ങളുടെ കാർമേഘമില്ലാത്ത സ്ഥലം ഉണ്ടോ നോക്കി നോക്ക്. നമ്മൾ വന്നിട്ട് കുറച്ചു നേരമായില്ലേ, നമ്മൾ വന്നു ചോറുന്നു മഴ പെയ്തു. അപ്പൊ ഭയങ്കര വെയിലായിരുന്നു, അപ്പൊ മഴ പെയ്തു. ഞങ്ങള് നിൽക്കണ നിങ്ങള് മരത്തിന്റെ ചോട്ടിലാണ്. മഴ ഇന്ന് സ്പീഡ് കൂടിക്കൂടി വരാനുള്ള ദിവസം. വ്യൂ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, മഴ അല്ലേ. എവിടേക്ക് പോയോ? ഇന്നലൊക്കെ ഉണ്ടാവും എന്നാ പോയൊക്കെയല്ലേ. മഴ പോയി കൂടാന്നുണ്ടെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോവാ എല്ലാം നടക്കുമ്പോ മഴ ഒരു തൊഴിലില്ലാണ്ട് വന്നേനെ. ഇതിപ്പോ ഇവിടെ വന്നേക്കുന്ന നോക്കി മഴ കുറെ ആയിക്കണം. ഇപ്പൊ അത് തുടക്കം അത് പറയണ പോവാ എന്തായാലും പോവാ നമുക്ക്. ഭയങ്കര മഴ നോക്കി നോക്കി. മഴ പെയ്തേക്ക് നമ്മൾ പോവാന്ന് വിചാരിച്ചു എന്നുണ്ടെങ്കിൽ പോലും ആദ്യം അറിഞ്ഞു കുളിച്ചാതെ പോരൂലാന്ന്.
അങ്ങനെ പിന്നെ എന്തായി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. വെള്ളം മഴ ഇതല്ലേ, മലമന്ന് വെള്ളം കൂടുതൽ വരും. എവിടെ ധാന്യം എന്താ കാട്ടും, മുത്രച്ചുണ്ടോ? അതിൻ്റെ കൂടെ കുപ്പായത്തുമ്പോ വരുന്ന ആളാണ്. ഇവിടുത്തെ കല്ലുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നും നമുക്ക് അക്കൂറത്ത് കുറച്ച് ബ്രിക്കൊണ്ടായാലോ എന്ന്. അത്ര നല്ല ഭംഗിയിൽ ഒരുപാടേറെ കല്ലുകൾ കിട്ടും. പിന്നെ കല്ല് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് നമുക്കിങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും ആദ്യം ട്രെൻഡിങ് ആയ വീഡിയോ വരുമ്പോൾ നമ്മളെ നെടുങ്ക റെയിൻ ഫോറസ്റ്റിൽ നിന്ന് ഞാൻ ഇതുപോലെ ഇങ്ങനെ പിരമിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിരുന്നു. അത് സത്യം പറഞ്ഞാൽ അന്ന് കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല റീച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. സംഗതി നല്ല അടിപൊളി, നല്ല വൈബുള്ളൊരു ഏരിയയാണ്. നല്ല ഒരു ഇങ്ങനെ മൂടിയൊരു ആംബിയൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. വെയിലാണെന്നുണ്ടെങ്കിൽ വേറെ ചുറ്റുഭാഗത്ത് മരങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ആസ്വദിച്ച് കളിക്കാൻ പറ്റൂല. ഒരു മൂടിയായിട്ടുള്ളൊരു സമയമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മഴൻ്റെ ഒരു കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും നല്ല തണുത്ത വെള്ളമാണ് മുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. നല്ല അടിപൊളി നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാനും. അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ കക്കയം ഡാമും അതേപോലെ തന്നെ ഉരൽക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി. ഇവിടേക്കുള്ള റോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വണ്ടിക്ക് ഇങ്ങനെ കഷ്ടിച്ച് പോകാനുള്ള റൂട്ടാണ്. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും വണ്ടികൾ വരും. എന്താ വെച്ചാൽ വലിയ തടയണം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ, അതേപോലെ തന്നെ അത്യാവശ്യം ധൈര്യമുള്ളവരൊക്കെ മാത്രം പോവുക. എന്താ വെച്ചാൽ ഇങ്ങോട്ടുള്ള റോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ചില സ്ഥലങ്ങളിൽ റോഡ് ഇടിഞ്ഞിട്ടുണ്ടാവും. അവിടെ നിന്നൊക്കെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ മാറിക്കൊടുക്കാനും കൂടി ഉള്ള ഒരു സ്ഥലമില്ല. അങ്ങനെ നമ്മൾ എത്തിയത് കുറച്ച് നേരം വൈകിട്ടാണ്. ഒരു ഏകദേശം ഒരു 4:45. കാരണം താഴെയാണെന്നുണ്ടെങ്കിലും അവരെ അക്കൗണ്ടിൽ തന്നെ പൈസ അയച്ചു കൊടുക്കണം. കാരണം അക്കൗണ്ട് വലുത് വർക്ക് ചെയ്യുന്നില്ല. ഏകദേശം 1 കിലോമീറ്റർ നടക്കാണ്ടാണ്. മൊത്തസടെ ഇതാ വരുന്നു. മൊത്തസേ എന്ത് ഭയങ്കര സ്ലോ ആണെന്നുള്ള എല്ലാവരും പറയണേ. അത് ഒന്നാമത് സംഭവിച്ചു വെച്ചാലേ അവിടെ കയറണ വഴിക്ക് ചെക്ക് പോസ്റ്റിൽ അവിടെ ഒന്ന് ലോക്കായി. കുറേ നടന്നതാ സ്ഥലത്ത് കേട്ടോ. ഉരക്കുഴി വെള്ളച്ചാട്ടതാ. ഇനി ഇവിടുന്ന് നമുക്ക് റോഡിനല്ലേ പോകേണ്ടതാ. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ? കഴിഞ്ഞിട്ടില്ല വെള്ളച്ചാട്ടം കണ്ട എനിക്ക്. നിങ്ങളൊരു ചെറിയൊരു കല്ല് പതിച്ച വീണിട്ടൊക്കെ സാധനം ഒന്നായിട്ടോ. സംഗതി 1 കിലോമീറ്റർ ഇറങ്ങിക്കിന്. ഇത്1 കിലോമീറ്റർ ഒന്നല്ല. ഇതാ ഇതങ്ങനെ പോയിട്ട് ഇതാ പിന്നെ റോഡ് മൊക്കെ ചാടുകയാണ്. നമ്മളോട് എൻട്രൻസ് എന്ന് പറഞ്ഞത് ഏകദേശം 1 കിലോമീറ്റർ എന്നാണ്. ഏകദേശം 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇങ്ങോട്ട്. പിന്നെ മലമ്പ്രദേശത്തേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും കയ്യിൽ പൈസ കരുതുക, ഗൂഗിൾ പേയും കരുതുക. കാരണം ചില ചെക്ക് പോസ്റ്റിൽ ഒരു പൈസ മേടിക്കൂല, അവിടെ ഗൂഗിൾ പേ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഓല് എന്ത് ചെയ്യൂല, ചില സ്ഥലങ്ങളിൽ റേഞ്ച് ഇല്ലാത്തടത്ത് ഓല് പറയും ഇവിടെ ഗൂഗിൾ പേ ഉണ്ടാവില്ല, അതുകൊണ്ട് പൈസ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പൈസയും കരുതുക, അതേപോലെ തന്നെ ഗൂഗിൾ പേയിലും പൈസ കരുതുക ഇങ്ങോട്ട് വരുമ്പോൾ. അത് മസ്റ്റാണ്. കാരണം നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കുടുങ്ങിയോ, അവിടെ നെറ്റും ഉണ്ടാവില്ല. ഓൽക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ അയച്ചു കൊടുത്താലും പോവില്ല. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ചെക്ക് പോസ്റ്റ് കുടുങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. ഫോറസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഇത് കോരവനം. അതാണ് ആ വനത്തിന്റെ ഉള്ളിൽ കൂടി ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പോവാണ്. തിരിച്ചു വരുമ്പോ മിക്കവാറും രാത്രിയാവും. അതിൽ ഓരോരുത്തർ കണ്ട് വരുന്നുണ്ട്. നമ്മളങ്ങോട്ട് പോകുന്നു.
കുഞ്ചിട് പോരെ, കുഞ്ചിട് പോരെ, കുഞ്ചിട് പോരെ. ചേട്ടാ പോട്ടെ 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 പോട്ടെ. ഞാനുണ്ട് മുത്തസ് കമ്പമ്മ കൂടെ ഒക്കെ തൂങ്ങിപ്പോന്നു. പോയി ഇവിടെ കാണാൻ പറഞ്ഞാൽ കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ദിവസം. പക്ഷെ അപകടങ്ങൾ സംഭവിക്കുന്നതല്ല 5 മണികളെ നിയന്ത്രിക്കാൻ പറഞ്ഞു കൊടുക്കാനും ഏഴുമായി വന്നിട്ടുള്ള ഇതുവരെയും ഒരു വിനോദസഞ്ചാര അപകടത്തിലുള്ളത് വെള്ളച്ചാട്ടം പുറലോക അറിയിപ്പാണ് നടക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് കട്ടയും ക്യാമ്പിൽ പോലീസുകൾ കൂട്ടിക്കൊന്ന എന്തെങ്കിലും കളിച്ചാൽ സഖാബ് രാജന്റെ ബോഡി സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കെട്ടുകൾ മാത്രം അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കുടക്കരിയാൻ താന്നിക്കുന്ന 1976 മുതൽ ഇതിന് യഥാർത്ഥ താഴ്വാറാണ്. അങ്ങനെ കട്ടയും ഇരക്കൂടി ഇവിടെ അറിയപ്പെടുന്നു. ഈ വെള്ളത്തിൽ ഒഴിവ് മണം നീട്ടാൻ കരിയത്തുമ്പാറ തോണിക്കടവിൽ അറിയിക്കാം. ഇതിന്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരം എത്തണമെന്ന് ആഗ്രഹത്തിന് കഴിഞ്ഞ് എത്തണമെങ്കിൽ കരിയാത്തുമ്പാറയിൽ 3.5 കിലോമീറ്റർ പുഴക്കുള്ള മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായിരുന്നു. പാറക്കുള്ള കയറുകൾ ഉപയോഗിച്ച് കയറുന്ന മാത്രമേ ഇതിന്റെ അടിഭാഗം നമുക്ക് എത്താറുള്ളൂ. ഈ പാലം ഉണ്ടാകുന്ന ഈ പാലത്തിൽ നിന്നാണ് ഇത് പൊങ്ങി പോകാൻ കാരണം 2015 പ്രളയത്തിൽ കക്കയാണിത് വന്നിട്ടു. കാറ്റിലെ വെള്ളം കൊണ്ടൊരു പാലം മൂടി എന്ന് പറഞ്ഞാൽ മുൻകൂർ പിന്നെയാണ് കമ്പനികളിലേക്ക്. വേറെ പ്രത്യേകത ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചാണ് പറയുന്നത് നെറ്റി കണ്ണ് മുത്ത് വായി കല്ല് കളിക്കുന്നതാണ്. കാട്ടുപുറത്ത് മാത്രമാണ് വെയിറ്റില്ലാത്തത്. വിനോദസഞ്ചാരികളെ ഓക്കെ. അപ്പോൾ നമ്മളെല്ലാ വെള്ളച്ചാട്ടത്തിലും പോയിട്ട് സാഹസികത കാട്ടണ പോലെ ഇവിടുന്ന് കാട്ടാൻ പാടില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. കാരണം ഇവിടുന്ന് താഴത്തേക്കണ്ട വീണ പിന്നെ തെരയാനും കൂടി ആളുകൾ വരില്ല. കേരളത്തിൽ ഏക തെരച്ചിൽ കൂടി ഇല്ലാത്ത വെള്ളച്ചാട്ടമാണിത്. ഇത് ഈ പാറക്ക് ഒരു മനുഷ്യൻ്റെ മുഖമുണ്ട്, അതാണ് മൂപ്പര് പറഞ്ഞത്. വെള്ളത്തിൻ്റെ ശബ്ദം കൊണ്ട് എന്തായില്ല പലതും പറഞ്ഞ് കേട്ടില്ല. പിന്നെ ഇവിടെ ഒരുവിധമുള്ള തരികിട പരിപാടി നടക്കില്ല. കാരണം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ചില ആളുകൾ എന്താവും കമ്പനി മേലെ കൂടെ ഒന്ന് അഭ്യാസം കാട്ടാൻ നോക്കും. അതൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ എപ്പോഴും ആളുകൾ ഉണ്ടാവും. പിന്നെ അതും ഒന്നും വക വെക്കാണ്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഓലോട് പോട്ടേന്നിട്ട് വെക്കുക, അല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല. പിന്നെ ഇവിടെ ഉരൽക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയാനുള്ള കാരണം ഇവിടെ കണ്ടില്ലേ, ഈ പാറകളിലൊക്കെ വെള്ളം ചാടിയിട്ട് ഹോളയിക്കണം. ഇവിടെ നമുക്ക് വെള്ളം താഴോട്ട് ചാടി പതിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയില്ല. മുകളിൽ നിന്ന് ചാടുന്നത് മാത്രമേ കാണാൻ കഴിയില്ല. വെള്ളം ചാടി വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളം താഴോട്ട് പതിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയില്ല കേട്ടോ. ഇതാണ് മനുഷ്യൻ്റെ മുഖം എന്ന് പറഞ്ഞത്. കണ്ണും മൂക്കും വായെല്ലാം നമുക്ക് തോന്നിക്കുന്ന രൂപത്തിലുള്ളൊരു പാറയാണത്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖം പോലെ നമുക്ക് എന്ത് ചെയ്യും, അത് കാണുമ്പോൾ ഫീലാവും. 2018 വരെ ഈ പാലത്തിലൂടെ അപ്പുറം പോയിട്ട് അവിടെ നമുക്ക് ഈ മലമുകളിൽ താഴോട്ട് നോക്കാമായിരുന്നു. 2018 ഉരുൾപൊട്ടലിൽ പാലം തകർന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. കാരണം പാലം പൂർണ്ണമായിട്ടും തകർന്നിക്കണം. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ. ഇവിടെ ഫുള്ള് കോട നിറഞ്ഞിട്ട് വെള്ളം പോലും കാണാത്ത അത്രയും മൂടി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ കാണാം, ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്, അത് വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ഇവിടെ ഈ കുട്ടികൾ കളിക്കുന്ന ഈ സംഗതികളൊക്കെ നമുക്ക് ഇവിടെ ഫ്രീ ആണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് പറയുമ്പോൾ ഒരു 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കാരണം വാഹനം പാർക്കിങ്ങും എല്ലാം കൂടിയാണ് ഇവിടെ ടിക്കറ്റ് ഇൻക്ലൂഡ് വരുന്നത്. അപ്പോൾ അടുത്ത മനോഹരമായ കാഴ്ചകൾ മാറ്റി പോകുന്നുണ്ട്. അതുവരെ ബൈ.